കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചെമ്പരത്തി സീരിയലിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് പോയാലോ? അങ്ങനെ രമാദേവി എല്ലാവരും സ്വീകരിച്ച് മുകളിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ഈ സ്റ്റെപ്പ് കയറി വരുന്ന രമാദേവി ആദ്യം കാണുന്നത് നമ്മുടെ ചിന്നുവിനെയാണ്. ചിന്നു നല്ല അടിപൊളിയായി ഒരുങ്ങി ജൂലിയറ്റായി ഇങ്ങനെ വന്നു നിൽക്കുകയാണ്. അപ്പൊ രമാദേവിക്ക് ഇത് പിടിക്കത്തില്ലല്ലോ. അങ്ങനെ എല്ലാവരോടും രമാദേവി പറയും, നിങ്ങൾ പൊക്കോ, ഞാൻ വന്നോളാന്ന്. അപ്പത്തേനും ചിന്നു അങ്ങോട്ടേക്ക് വരും. മേഡം വരൂ മേഡം എന്ന് പറയേ. അപ്പം രമാദേവി ചിന്നുവിനെ തന്നെ നോക്കും. എന്ത് പറ്റി മേഡം? മേഡം ആഗ്രഹിച്ചത് എന്തോ നടക്കാത്ത പോലെ ഉണ്ടല്ലോ മുഖത്ത് എന്ന് ചോദിക്കുക. അപ്പൊ പറഞ്ഞു, നീ കൂടുതലൊന്നും പറയണ്ടടി എന്ന് പറയേ. അല്ല മേഡം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മേഡത്തിന്റെ മുഖത്തൊരു സന്തോഷമില്ല. പക്ഷെ മേഡം എന്നെ അനുഗ്രഹിക്കണം ഈ നാടകം നന്നായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ മേഡത്തിന്റെ മുഖത്ത് നല്ല നിരാശയുണ്ട്. മേഡം ടെൻഷൻ അടിക്കണ്ട മേഡം, മേഡം വാന്ന് പറയേ. അങ്ങനെ അങ്ങനെ ചിന്നുവും രമാദേവി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറയാം. അപ്പത്തേനും കുറെ പേര് വന്നിട്ട് ചിന്നുവിനെ വിളിച്ചുകൊണ്ട് പോവുകയെ. ഈ സമയത്ത് ദക്ഷ അങ്ങോട്ടേക്ക് വരും. ദക്ഷ വന്നിട്ട് പറയും, ദക്ഷയുടെ മുഖം നോക്കും രമാദേവി, കണ്ടോ, അവക്ക് കൊടുക്കേണ്ടത് എനിക്കിട്ട് തന്നെ കൊണ്ടു, ഇനിയിപ്പോ എന്ത് ചെയ്യാനാന്ന് പറയും. മോൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അതാണെന്ന് പറയേ. മോള് വിഷമിക്കണ്ടവാ, നമുക്ക് എന്തായാലും അപ്പത്തിന് നാടകത്തിന്റെ മണി മുഴകുക, നമുക്ക് എന്തായാലും നാടകം കാണാം, അങ്ങോട്ടേക്ക് പോകാന്ന് പറയേ. അങ്ങനെ രണ്ടുപേരും കൂടെ പോയി അവിടെ ഇരിക്കും. എന്നിട്ട് ആദ്യം നമ്മുടെ നാടകത്തിന്റെ മാഷാണ് ഇങ്ങനെ പറയുന്നത്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പൊ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുന്നു. അങ്ങനെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ശത്രുക്കളാവുന്നു. ആ ശത്രു രാജ്യത്തെ ഒരു സ്ഥലത്തെ ആളാണ് ഈ റോമിയോ എന്ന് പറയുന്നത്. അങ്ങനെ ആ റോമിയോ നമ്മുടെ മറുരാജ്യത്തുള്ള ഒരു ജൂലിയറ്റിനെ കാണാനല്ല ആക്ച്വലി വരുന്നത്, വേറൊരാളെ കാണാൻ വേണ്ടി വരുന്ന ഒരു സന്ദർഭമാണ്. അങ്ങനെ നാടകം തുടങ്ങട്ടെ എന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹിയും ചിന്നുനെയാണ്. അപ്പൊ മഹി ഇങ്ങനെ ഒരു കസേരയിൽ ഇരിക്കുന്നു. അപ്പൊ മഹിയുടെ കൂടെയുള്ള ആൾക്കാർ വന്നിട്ട് ചോദിക്കും, എന്താ മഹാരാജാവ് ഇങ്ങനെ ഇരിക്കുന്നത് ചോദിക്കുക. അപ്പൊ പറയും, നമുക്ക് ആ ശത്രുരാജ്യത്ത് ചെല്ലണം, എനിക്കൊരാളെ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറയാം. അപ്പൊ അവര് പറയും, അതൊക്കെ വേണോന്ന് പറയാം. അപ്പൊ പറയും, വേണം, ഈ രാത്രി തന്നെ പോയേ പറ്റുകയുള്ളൂ എന്ന് പറയാം. അങ്ങനെ ഈ ശത്രുരാജ്യത്തേക്ക് മഹിയും കൂട്ടുകാരും ചെല്ലുകയാണ്. ഈ റോമി ആയിട്ടുള്ള മഹിയും ചെല്ലുകയാണ്. ചെല്ലുമ്പോഴത്തേനും അവിടെ കുറെ ഡാൻസുകളൊക്കെ കളിച്ച് കുറെ പേര് ഇങ്ങനെ നിൽക്കുന്നു. അതിലൊക്കെ തപ്പും. അപ്പം ഈ റോമിയോ ഉദ്ദേശിച്ച് വന്ന ആളെ കാണാൻ പറ്റത്തില്ല. ഈ സമയത്താണ് അപ്പുറത്തെ ഒരു പെൺകുട്ടി അടിപൊളിയായി ഇങ്ങനെ ഡാൻസ് ചെയ്ത് ഇങ്ങനെ വരുന്നത് കാണുന്നത്. ആ ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ റോമിയോയ്ക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവൾക്കും ഇഷ്ടമാകുന്നു. അവളാണ് ഈ ജൂലിയറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ. ജൂലിയറ്റായി നമ്മുടെ ചിന്നു. അങ്ങനെ രണ്ടുപേരും ഒറ്റ നോട്ടത്തിൽ തന്നെ അവർ ഇഷ്ടപ്പെടുകയാണ്. അപ്പം പിന്നീട് ഈ റോമിയോയും ജൂലിയറ്റും പറയുന്നുണ്ട്, നമ്മൾ ശത്രുരാജ്യത്തുള്ളവരാണ്, ഇതൊരിക്കലും ആരും സമ്മതിക്കത്തില്ല, ഇവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ റോമിയെ എല്ലാവരും കൊല്ലും, അതുകൊണ്ട് റോമിയോ പൊക്കോളും എന്നൊക്കെ ജൂലിയറ്റ് പറയും. പക്ഷെ റോമിയോ പറയും, എനിക്ക് നിന്നെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഞാൻ ഇവിടെ വന്നത് വേറൊരാളെ കാണാനാ, പക്ഷെ എൻ്റെ കണ്ണിൽ നീയാണ് പ്രത്യക്ഷപ്പെട്ടത്, നിന്നെ എനിക്ക് ആദ്യ നോട്ടത്തിൽ തന്നെ എനിക്ക് ഇഷ്ടമായി എന്ന് പറയും. അപ്പം ജൂലിയറ്റും പറയും, എനിക്കും നിന്നോട് ആദ്യ നോട്ടത്തിൽ തന്നെ ഇഷ്ടമായി എന്നിങ്ങനെ പറയുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിൽ ഈ ശത്രുരാജ്യത്തുള്ളവർ ഇത് അറിയുകയാണ്, ഇങ്ങനെ ശത്രുരാജ്യത്തുള്ള ആള് വന്നെന്നുള്ളത്. അപ്പൊ അവര് പറയുന്ന അവനെ തരം നോക്കി കൊല്ലണമെന്ന്. അപ്പൊ ഇതറിയുന്ന ജൂലിയറ്റ് റോമിയോട് പറയും, ഇതേ നിന്നെ കൊല്ലാൻ വേണ്ടി ആൾ ഇറക്കിയിട്ടുണ്ട്, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും എന്നിങ്ങനെ പറയുകയാണ്. അപ്പൊ അവരിങ്ങനെ ആലോചിക്കുമ്പോഴത്തേനും പിന്നീട് അവരൊരു കാര്യം കണ്ടെത്തുകയാണ്, എന്തായാലും അവർക്ക് കല്യാണം കഴിച്ചേ പറ്റുകയുള്ളൂ. അങ്ങനെ പള്ളിയിലെ ഫാദർ വന്നിട്ട് ഫാദറിന്റെ ഇതിൽ വെച്ചിട്ട് അവർക്ക് മോതിരം മാറ്റി അവരെ കല്യാണം നടത്തും. അപ്പൊ ഫാദർ പറയാ, ഇത് മതി നിങ്ങൾക്ക് ജീവിക്കാൻ, നിങ്ങൾ ഇങ്ങനെ തന്നെ, നിങ്ങളിപ്പം ഭാര്യയും ഭർത്താവുമാണെന്ന് പറയും. അങ്ങനെ ഇവര് അഭിനയിക്കുന്നതെല്ലാം നമ്മുടെ രമാദേവിയും ദക്ഷയ്ക്കും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ. രമാദേവി അതിന്റെ ഇടയിൽ പറയുന്നുണ്ട്, ഇത് എന്ത് നാടകച്ചേ, ഇതൊക്കെ സ്ക്രിപ്റ്റിൽ ഉള്ളത് തന്നെയാണോ? കാരണം ഈ തൊടുന്നതും പിടിക്കുന്നതൊന്നും രമാദേവിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഈ നാടകം നടക്കുന്നതിന്റെ ഇടയിൽ ദക്ഷ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയെ. ദക്ഷ മറ്റേ റൂമിൽ ചെല്ലുക. അപ്പൊ അവിടെയുള്ളവരാണെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഓരോ ഇതിനുള്ള ഓരോ സാധനങ്ങൾ വേണമല്ലോ. അപ്പൊ അടുത്ത ഈ ജൂലിയറ്റ് വിഷം കഴിക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വിഷക്കുപ്പി എല്ലാം ഇവർ എടുത്തു വെച്ചിരിക്കുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് വിഷമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ആ എടുത്തു വെച്ചിട്ട് ആ കുട്ടികൾ എന്ത് ചെയ്യും, പുറത്ത് ചായ കുടിക്കാൻ പോയി. ഈ സമയത്ത് ദക്ഷ അതിൻ്റെ അകത്ത് കയറിയിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റ് കുപ്പിയിലേക്ക് ഈ വിഷം കലർത്തിയിട്ട് പറയടി, നിന്റെ അവസാനമായടി, നിന്റെ ദുരന്തം അവസാനിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അത് ഒഴിച്ചു വെച്ചിട്ട് ദക്ഷ നൈസായിട്ട് പോയി വീണ്ടും ചെയറിലിരിക്കുക. അപ്പം രമാദേവി ഇരിക്കുന്നുണ്ട്, നീ എവിടെ പോയതാന്ന്? അത് ഒരു സ്ഥലം വരെ, എന്ത് പറ്റിയെന്ന് ചോദിക്കുക. എന്തായാലും നാടകത്തിലേക്ക് തന്നെ ശ്രദ്ധിച്ചിരുന്നു, എന്താ സംഭവിക്കുന്നതെന്ന് ഇപ്പൊ അറിയാൻ പറ്റുന്നു പറയാ. അതിനു വേണ്ട എല്ലാ പണികളും ഞാൻ ചെയ്തിട്ടുണ്ട്, അവൾ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരത്തില്ല, നമുക്ക് ആയിട്ടുള്ള പൊതുശല്യം അവളിപ്പോ തീരാൻ പോവാന്ന് ദക്ഷ ഇങ്ങനെ പറയാം. അപ്പൊ രമാദേവിക്ക് മനസ്സിലാകത്തില്ല എന്താന്ന്. അങ്ങനെ നാടകം വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇവര്
അപ്പൊ റോമിയോ പറയും ഞാൻ എന്തായാലും പോയിട്ട് വരാം. ഇപ്പം നീ എല്ലാ രാത്രികളിലും നമുക്ക് സന്ധിക്കാം. ഇപ്പം വീട്ടിൽ ആരോടും പറയണ്ടാന്ന് പറഞ്ഞിട്ട് റോമിയോ അങ്ങനെ പോവുകയാണ്. പിന്നീട് ഈ ജൂലിയറ്റിന്റെ വീട്ടുകാരായിട്ട് റോമിയോ വഴക്കാവുകയും അങ്ങനെ റോമിയോ അതിലൊരാളെ കൊല്ലുകയൊക്കെ ചെയ്യുന്നു. അതിനുശേഷം റോമിയോ നാട് വിടുകയാണ്. അങ്ങനെ ഈ ജൂലിയറ്റ് നേരെ ഫാദറിന്റെ അടുത്ത് വന്നിട്ട് പറയും, ഫാദർ ആകെ പ്രശ്നമായിരിക്കുന്നു, ഇനി എന്ത് ചെയ്യും, എനിക്ക് എന്റെ റോമിയോ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റിയില്ല, റോമിയോ നാട് വിട്ടിരിക്കുകയാണ്, ഇങ്ങനെ ഒരാളെ കൊന്നു, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും, എന്റെ വീട്ടിൽ കല്യാണം ആലോചിക്കുകയാണെന്ന് പറയും. അപ്പൊ ഫാദർ പറയും, ഞാനൊരു കാര്യം പറയാം, നീ ആ കല്യാണത്തിന് സമ്മതിക്കണം, സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കണം, പക്ഷെ ഞാൻ നിനക്കൊരു ഒരു വിഷം തരാം, അത് 48 മണിക്കൂറേ നിൽക്കുകയുള്ളൂ. അങ്ങനെ നീ മരിച്ചെന്ന് വിചാരിച്ച് അവർ പള്ളിയിൽ കൊണ്ടുവരികയും അപ്പോൾ ഞാൻ നിന്നെ ഉണർത്തുകയും ആ സമയം കൊണ്ട് ഞാൻ ജൂലിയറ്റിനെ വിവരം അറിയിക്കുകയും ജൂലിയറ്റും നീയും പിന്നീട് സുഖമായി ജീവിക്കുകയും ചെയ്യാനും പറ്റുമെന്ന് ഉറപ്പ് കൊടുക്കുകയാണ്. അപ്പൊ ജൂലിയറ്റ് അത് സമ്മതിക്കുക. അങ്ങനെ ഈ ഫാദർ ആ വിഷക്കുപ്പി ജൂലിയറ്റിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഇതുമായി ജൂലിയറ്റ് പോയി. ജൂലിയറ്റ് ഇത് കുറച്ചു നേരം ഇങ്ങനെ പിടിച്ച് നോക്കി നിന്നിട്ട് തന്റെ റോമിയോയ്ക്ക് വേണ്ടിയാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത് ഓർത്തിട്ട് വിഷക്കുപ്പി വിഷം കുടിക്കുകയാണ്. അങ്ങനെ വിഷം കുടിച്ച് വീഴുന്ന ജൂലിയറ്റ് പിന്നീട് എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ റോമിയോ വന്ന് ഒരുപാട് വിളിക്കുന്നു. പിന്നീട് എല്ലാവർക്കും മനസ്സിലാവുന്നു ഇത് വേറെന്തോ പറ്റിയിട്ടുണ്ടെന്ന്. അങ്ങനെ നമ്മുടെ പിന്നീട് മഹി ഈ നാടകമൊക്കെ മറക്കുകയാണ്. പിന്നെ ചിന്നു ചിന്നു എന്ന് അലറി വിളിക്കുകയാണ്. അങ്ങനെ ചിന്നുവിലേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക്